പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഒരു പാരഗ്രാഫ് ടാഗിനെ കുറിച്ചാണ്. എക്സ് ഈക്വൽസ് 10 എന്നിരിക്കട്ടെ, ലെറ്റ് എക്സ് ഈക്വൽസ് 10 നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ കണക്കിൽ. അതേപോലെ പി എന്ന ടാഗ്, ആ പി എന്ന ടാഗിന് ഇതേപോലുള്ള കുറച്ച് സവിശേഷതകൾ ഇരിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അത് എഴുതുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ്. എന്താണ് ആ ക്രമം? അത് എഴുതുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ്. എന്താണ് ആ ക്രമം? പി കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേസ് ബ്രാക്കറ്റ് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂവും എഴുതണം. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ പേരാകാം, കളറാകാം, ഫോണ്ടിൻ്റെ സൈസാകാം. അതാണ് പ്രോപ്പർട്ടി. ഇനി അതിന് വാല്യൂ കൊടുക്കണം. ഇപ്പോൾ ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് ഏതിനം ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ വെർഡന എന്ന ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിബറേഷൻ സെരീഫിൻ്റെ കാര്യം പറഞ്ഞു, ഏരിയൽ ഫോണ്ട് പറഞ്ഞു. കളർ ഇവിടെ ഹാഷ് സിമ്പൽ ഇട്ടിട്ട് 6E27E3 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 വാല്യൂ റെഡ് കളറിനെയും അടുത്ത 2 വാല്യൂസ് ഗ്രീൻ കളറിനെയും അവസാനത്തെ 2 വാല്യൂസ് ബ്ലൂ കളറിനെയും സൂചിപ്പിക്കുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 വാല്യൂ മാക്സിമം 99 വരെ വരാം, രണ്ടാമത്തെ 2 വാല്യൂസും മാക്സിമം 99 വരെ വരാം, അവസാനത്തെ ബ്ലൂവിൻ്റേത് മാക്സിമം 99 വരെ വരാം. അങ്ങനെയും സൂചിപ്പിക്കാം. അല്ലെങ്കിൽ എ മുതൽ ഇ വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഏത് ക്രമത്തിൽ കൊടുത്താലും RGBയിൽ കൊടുക്കുന്ന ഈ 2 വാല്യൂസ്, അത് എയും ബിയും സിയും ഡി ഒക്കെ ഇടകലർത്തി കൊടുത്താലും അക്കങ്ങളുമായി ഇപ്പോൾ കാണുന്ന തരത്തിൽ ഇടകലർത്തി കൊടുത്താലും ഒക്കെ ഏതെങ്കിലും ഒരു കളർ കിട്ടും. ഇനി അടുത്തത് ഫോണ്ട് സൈസ്. ആ ഫോണ്ട് സൈസ് എന്നുള്ളത് പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 പിക്സൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഫോണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഹൈഫൺ ഇട്ട് തന്നെ കൊടുക്കണം. ഫോണ്ട് സൈസ് എന്ന് പറയുമ്പോൾ ഹൈഫൺ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ് ഒരു ഫുൾ കോളൻ ഇട്ട് കൊടുക്കണം. വാല്യൂ എഴുതുന്നതിന് മുമ്പ് പ്രോപ്പർട്ടിയെയും വാല്യൂവിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഫുൾ കോളൻ ഇട്ട് കൊടുക്കണം. ഇനി ഒരു പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടൊരു സെമി കോളൻ കൊടുക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. പി എന്ന ടാഗ് തുടങ്ങുന്നു പി എന്ന പേരിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേസ് ബ്രാക്കറ്റ് തുടങ്ങണം. എന്നിട്ട് പ്രോപ്പർട്ടിയും വാല്യൂവും കൊടുക്കണം. പ്രോപ്പർട്ടിയെ വാല്യൂവുമായി വേർതിരിച്ചുകൊണ്ടൊരു ഫുൾ കോളൻ കൊടുക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതുന്നതിന് മുമ്പ് ആദ്യ പ്രോപ്പർട്ടിയുടെ അവസാനം ഒരു സെമി കോളൻ കൊടുക്കണം. ഇവിടെ കളർ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ ഈ കൊടുത്തിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടൊരു സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഫോണ്ട് സൈസ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂവിനെ വേർതിരിക്കാൻ വേണ്ടി ഒരു ഫുൾ കോളൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. ഇത് പി എന്ന ടാഗിനെ ഈ തരത്തിൽ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്രേസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതിൽ ഓരോന്നിനും പേരുണ്ട് കേട്ടോ. നിങ്ങൾ തിയറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട ഒരു പേരാണ്. പി എന്നത് സെലക്ടർ എന്നറിയപ്പെടും. സെലക്ടർ. ഇനി ഈ CSS, അതായത് കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ് തുടങ്ങുന്നത് അവസാനിക്കുന്നതും 2 ബ്രേസ് ബ്രാക്കറ്റിലായിരിക്കും. ഈ ബ്രേസ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? പ്രോപ്പർട്ടിയും അതിൻ്റെ വാല്യൂവും കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടി, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടി മനസ്സിലാക്കാം. എന്താണ്? നമ്മളിങ്ങനെ പി എന്ന അക്ഷരം അല്ലെങ്കിൽ എച്ച് എന്ന അക്ഷരം, എന്താ ഇവിടെ നോക്കൂ, പി എന്ന കോഡ്, H3 എന്ന കോഡ്, ഇങ്ങനെയൊക്കെയുള്ള ഈ കോഡുകളെ വിളിക്കുന്ന പേരാണ്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കോഡുകളെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് സെലക്ടർ. എന്താ വിളിക്കുക? ടൈപ്പ് സെലക്ടർ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ടൈപ്പ് സെലക്ടർ പ്രയോജനപ്പെടാതെ വരും.
ഒരു ഉദാഹരണം നോക്കാം. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിച്ച് നോക്കാം. ദാ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റൈൽ നോക്കൂ. പി എന്ന ടൈപ്പ് സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പി എന്ന ടാഗിനെ നമ്മൾ ഇനി വിളിക്കുന്ന പേര് ടൈപ്പ് സെലക്ടർ എന്നാണ്. അവിടെ ഫോണ്ട് കളർ, സപ്പോസ് ഇവിടെ റെഡ് ആണെന്ന് വിചാരിക്കൂ. ഫോണ്ട് കളർ റെഡ്. നമ്മൾ ഈ പി എന്ന ടൈപ്പ് സെലക്ടറിന് ഒരുപാട് പ്രോപ്പർട്ടീസും അതിൻ്റെ വാല്യൂസും പറഞ്ഞു കൊടുത്തു. അതിൽ ഒരു പ്രോപ്പർട്ടിയാണ് കളർ. അതിൻ്റെ വാല്യൂ റെഡ് ആണെന്നിരിക്കട്ടെ. ഇനി നമ്മൾ ഈ പിയെ ഇതാ ഇവിടെ വിളിച്ചിട്ടുണ്ട്. മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും പി നൽകണം എന്ന് പറഞ്ഞാൽ റെഡ് കളർ കൊടുക്കണം. ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കും പി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനും റെഡ് കളർ കൊടുക്കേണ്ടി വരും. കാരണം കളർ റെഡ് എന്നല്ലേ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കോഡ് റെഡിൻ്റേതല്ല, ഞാൻ പറയുകയാണ്. #990000 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഈ പിക്ക് പി എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെല്ലാം, പി എന്ന ടാഗ് അല്ലെങ്കിൽ പി എന്ന ടൈപ്പ് സെലക്ടർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നോ അവിടെയെല്ലാം റെഡ് കളറായിരിക്കും. എന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, മോഹിനിയാട്ടം ഭരതനാട്യം അതിന് ചുവപ്പ് നിറം, ഒപ്പന തിരുവാതിര അതിന് നീല നിറം വേണമെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ പി എന്ന അക്ഷരം അല്ലെങ്കിൽ പി എന്ന ടാഗ് ഉപയോഗിച്ചാൽ അങ്ങനെ കളർ മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം പിയെ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ പി എന്ന പേരിൽ മാത്രം നിൽക്കുമ്പോൾ അതിനൊരു വിശേഷണം കൊടുത്താൽ ഈ പിയെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നോ അവിടെയെല്ലാം ആ പ്രോപ്പർട്ടീസും വാല്യൂസും മാത്രമേ കിട്ടൂ. അപ്പോൾ ഇവിടെ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും പി അപ്ലൈ ചെയ്തപ്പോൾ റെഡ് കളർ കിട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കും എന്ത് തന്നെ കിട്ടും? റെഡ് കളർ തന്നെ കിട്ടും. കാരണം പിയെ ആ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. പക്ഷേ ഇത് ശരിയല്ലല്ലോ. നമ്മൾ പലയിടങ്ങളിലും പല കളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ മാറ്റം അവിടെ വരുത്തും. എന്ത് മാറ്റമാണ് വരുത്തുന്നത്? മാറ്റം എന്താ? ഇതാണ് പുസ്തകത്തിൽ തന്നെ കാണിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം നോക്കൂ. പി എന്നെഴുതാതെ p.blue എന്ന് കൊടുത്തിട്ട് പ്രോപ്പർട്ടീസും വാല്യൂസും എഴുതി. തൊട്ട് താഴെ p.red എന്ന് എഴുതിയിട്ട് പ്രോപ്പർട്ടീസും വാല്യൂസും എഴുതി. p.blue p.red. ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. നോക്കൂ, p.blue അവിടെ കളറ് ബ്ലൂ കളർ തന്നെയാണ്. p.red അവിടെ കളറ് റെഡ് കളർ തന്നെയാണ്. നോക്കൂ, 99 എന്ന് കൊടുക്കുന്നതിന് പകരം FF എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ അവസാനത്തെ രണ്ടക്കം FF ആകുമ്പോഴത്തേക്ക് ഫുൾ കളർ കിട്ടും. അപ്പം ബ്ലൂ ആയി. ഇവിടെ ആദ്യത്തെ രണ്ടക്കം 6നെ സൂചിപ്പിക്കില്ലേ, RGBയിൽ 6നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ റെഡ് കളർ കിട്ടി. അപ്പോൾ p.blue എന്നും p.red എന്നും പ്രത്യേകം മാറ്റി പറഞ്ഞാൽ പിയെ പലതവണ ഉപയോഗിക്കാം. പല പ്രോപ്പർട്ടീസും പല വാല്യൂസുമായി ഉപയോഗിക്കാം. പ്രോപ്പർട്ടി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് p.blueയിൽ മാറ്റം വരും, p.redൽ മാറ്റം വരും. ഇതിനെയാണ് നമ്മൾ ക്ലാസ് സെലക്ടർ എന്ന് വിളിക്കുന്നത്. പി മാത്രമായിരുന്നപ്പോൾ ആ പിയെ ഒറ്റ സവിശേഷതകളുടെ കൂട്ടം വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതിനെ ടൈപ്പ് സെലക്ടർ എന്ന് വിളിക്കും. എന്നാൽ p.blue p.red എന്നിങ്ങനെ മാറ്റം വരുത്തി ഉപയോഗിച്ചാൽ p.blueവിന് കുറേ പ്രോപ്പർട്ടീസ് കൊടുക്കാം. അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് p.redന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പിയെ നമ്മൾ ക്ലാസ് സെലക്ടർ എന്ന് വിളിക്കും. അപ്പോൾ അതാണ് ടൈപ്പ് സെലക്ടറും ക്ലാസ് സെലക്ടറും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ക്ലാസ് സെലക്ടർ? ടൈപ്പ് സെലക്ടറിന് പകരമായിട്ട് ക്ലാസ് സെലക്ടർ ഉപയോഗിക്കുമ്പോൾ വി ഷുഡ് ഗിവ് ഡിഫറൻറ്റ് സ്റ്റൈൽസ് ടു ദീസ് 2 പാരഗ്രാഫ്സ്. നമുക്ക് വ്യത്യസ്തങ്ങളായ സ്റ്റൈലുകൾ കൊടുക്കാൻ പറ്റും. എന്നാൽ ടൈപ്പ് സെലക്ടർ ഉപയോഗിച്ചത് കൊടുക്കാൻ പറ്റില്ല. പി മാത്രമാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. p.blue p.red എന്നിങ്ങനെ മാറ്റുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമ്മൾ ക്ലാസ് സെലക്ടർ എന്ന് വിളിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മളിങ്ങനെ സ്റ്റൈൽ ടാഗിനകത്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വച്ചതിന് ശേഷം, സ്റ്റൈൽ ടാഗ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. സ്റ്റൈൽ എന്ന 2 ടാഗിനകത്ത് എന്താണ് സ്റ്റാർട്ടിങ് ആൻഡ് ക്ലോസിങ് ടാഗിനകത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം താഴെ മോഹിനിയാട്ടത്തിനും ഈ പറയുന്ന ഒപ്പനയ്ക്കും അടുത്തായി പിയെ വിളിക്കുമ്പോൾ ഒരു വാക്ക് കൂടി ചേർക്കണം. p.blue എന്ന സ്റ്റൈലിനെ വിളിക്കാൻ p class blue എന്ന് കൊടുക്കണം.
പി ഡോട്ട് റെഡിനെ വിളിക്കാൻ പി ക്ലാസ് റെഡ് എന്ന് കൊടുക്കണം. പി സ്പേസ് ക്ലാസ് ഈക്വൽസ് ഡബിൾ കോഡ്സിൽ ബ്ലൂ, എന്നിട്ട് മോഹിനിയാട്ടം ഭരതനാട്യം എന്ന് കൊടുക്കുക, പി ക്ലോസ് ചെയ്യുക. വീണ്ടും അടുത്ത പി തുടങ്ങുന്നത് എങ്ങനെ? പി ക്ലാസ് ഈക്വൽസ് കോഡ്സിനകത്ത് റെഡ്, ഒപ്പന, തിരുവാതിര. അതായത് പി ഡോട്ട് ബ്ലൂവിനെ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും അപ്ലൈ ചെയ്യണമെങ്കിൽ പി ക്ലാസ് ബ്ലൂ എന്ന് എഴുതണം. ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കും പി ഡോട്ട് റെഡിനെ അപ്ലൈ ചെയ്യണമെങ്കിൽ പി ക്ലാസ് റെഡ് എന്ന് വിളിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് സിമ്പിൾ നോട്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ടൈപ്പ് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം തന്നിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഞാനിപ്പോൾ തരാം. അവിടെ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാം എഴുതിയപ്പോൾ ടൈപ്പ് സെലക്ടറായിട്ടാണ് പി തന്നതെങ്കിൽ ഈ പ്രോഗ്രാമിൽ ക്ലാസ് സെലക്ടറായിട്ടാണ് തരുന്നത്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ രണ്ടിടത്തും പോയെന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾ ആ സിമ്പിൾ നോട്ടിനകത്ത് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ആ പേജ് മൊത്തത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാരഗ്രാഫിന് മാത്രമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് പേജിന് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ സ്റ്റൈൽ എന്ന ടാഗിനകത്ത് ബോഡി എന്ന് കൊടുത്തതിന് ശേഷം ഈ CSS ബ്രാക്കറ്റിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ മതി. ഇപ്പം ബ്ലാക്ക് വേണമെങ്കിൽ മുഴുവൻ 0 ആക്കുക, വൈറ്റ് വേണമെങ്കിൽ മുഴുവൻ FF എന്നാക്കുക, അല്ലെങ്കിൽ 999999 എന്നാക്കുക. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രം കൊടുത്താൽ ആ പേജിന് മൊത്തം, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേജിന് മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹെഡിങ്ങിന് മാത്രമായിട്ട് കളർ കൊടുക്കാം. അത് നിങ്ങൾ H3 ഡിഫൈൻ ചെയ്താൽ മതി. H3 എന്നിട്ട് H3 എന്നതിനെ ഒരു ടൈപ്പ് സെലക്ടറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഇന്ന ഫോണ്ട് വേണം, ഇന്ന കളർ വേണം, ഇന്ന ബാക്ക്ഗ്രൗണ്ട് വേണം. ഇവിടെ ഇപ്പോൾ റെഡ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ H3 എവിടെ വിളിച്ചാലും എന്ത് കിട്ടും? റെഡ് കളർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് തരുന്നത്. അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്ത് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ടതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻഷോട്ടായി അയച്ചു തരണം. ഇത് പാഠപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതേപോലെ കിട്ടുമോ എന്ന് നോക്കണം. കിട്ടും എങ്കിൽ നിങ്ങൾ കളറുകൾ മാറ്റി മാറ്റി കൊടുത്ത് ആ കളർ മാറ്റിയ ഔട്ട്പുട്ട് വേണം അയക്കാൻ. കേട്ടല്ലോ? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ.